കൊല്ലത്തും സമാനമായ സാഹചര്യമാണ്. പ്രത്യേകിച്ച് പുനലൂരിലൊക്കെ കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂര്യഗായത്രി ഉണ്ട് വിവരങ്ങളുമായി. സൂര്യഗായത്രി, പുനലൂരിൽ കൊല്ലത്തും ഒക്കെ തന്നെ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ടല്ലോ. പിന്നെ ആളുകളെ എങ്ങനെ ഇത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഈ വെള്ളം നിർജ്ജലീകരണം ഒഴിവാക്കാൻ വേണ്ടി വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഡോക്ടേഴ്സ് നൽകുന്നുണ്ട്. എന്താണ് കൊല്ലത്തെ നിലവിലെ സ്ഥിതി? സഹിക്കാൻ കഴിയാത്ത, അതായത് വലിയ തരത്തിലുള്ള ചൂട് തന്നെയാണ് കൊല്ലം ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പുനലൂരിലൊക്കെ 39.9 ഡിഗ്രിയോളം താപനില ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നത് കൊല്ലം ചിന്നക്കടയിലാണ്. ചിന്നക്കടയെ സംബന്ധിച്ചിടത്തോളം ഒരു 2 മിനിറ്റ് പോലും ഈ റോഡിൽ നിൽക്കാൻ കഴിയാത്ത അത്രത്തോളം വലിയ ചൂടാണ്, താപനിലയാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകുന്നുണ്ട്. 11 മണി മുതൽ 4 മണി വരെ പുറത്തേക്ക് നേരിട്ട് വെയിൽ കൊള്ളുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, വിഷു ആണ്, വിഷു വിപണിയൊക്കെ സജീവമാണ്. ഈ സമയങ്ങളിലാണ് ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തിറങ്ങുന്നത്. ഈ വെയിലിനെയും മറികടന്ന അത്തരത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തിറങ്ങുന്നവരുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ചേട്ടാ, ചൂട് എങ്ങനെയാ? ചൂട് ഭയങ്കര ചൂടാ. ഇവിടെ കച്ചവടം നടത്തുന്നവരാണോ? കച്ചവടം നടത്തുന്നവരാ. ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? ആളെ ഇറങ്ങാൻ ചൂട് സമയം, ചൂട് തണക്കുമ്പോൾ ആൾക്കാരെ ഇറങ്ങത്തുള്ളൂ. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? ചൂടാ സഹിക്കാൻ പറ്റും. വെള്ളം കുടിച്ച് ഊപ്പാട് വരുക. പിന്നെ ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ, ജീവിക്കാൻ വേണ്ടി ഒന്ന് കിടക്കുന്നു, അത്ര തന്നെ. വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. ചൂട് എങ്ങനെയുണ്ട്? സഹിക്കാൻ കഴിയുന്നുണ്ടോ? സഹിക്കാൻ കഴിയുന്നുണ്ട്. നമ്മളെ ഗൾഫിൽ നിന്നതുകൊണ്ട് സഹിക്കാൻ കഴിയുന്നുണ്ട്. ഗൾഫിൽ നിന്നതുകൊണ്ട് സഹിക്കാൻ കഴിയുന്നുണ്ട്. കൊല്ലത്തെ ചൂട് എങ്ങനെയുണ്ട്? കൂടുതലല്ല, 39 ഡിഗ്രി ഉണ്ട്. കൂടുതലാണ്. പക്ഷെ കൊല്ലത്തെ അത്ര ഇല്ല അല്ലേ? വേറെ സ്ഥലത്തിനെക്കാട്ടി കുറവ് തന്നെ. ചേട്ടൻ പുറത്ത് നിന്നത് കൊണ്ട് അത് സഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രം നിന്നിട്ടുള്ളവർക്ക് സഹിക്കാൻ കഴിയാത്ത ചൂട് തന്നെയാണ് കൊല്ലത്ത് ഉൾപ്പെടെ അനുഭവപ്പെടുന്നത്. ചേട്ടാ, ചൂട് എങ്ങനെയാ? ചൂടാ ഉള്ളത്, ആവശ്യം പോലെ ചൂട്. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ? വെള്ളം കുടിക്കുന്നുണ്ട്. ഈ നേരിട്ട് വെയിൽ കൊള്ളരുതെന്നൊക്കെയാ പറയുന്നത്. എന്താ പറ്റും, നമ്മളെ തൊഴിലെന്ന് വെച്ചാൽ വെയിൽ കൊള്ളാൻ പറ്റുന്നതാണ്. രാവിലെ തൊട്ട് വൈകിട്ട് 5 മണി വരെ വെയിൽ കൊള്ളില്ല. എങ്ങനെയാ ചൂട്? എങ്ങനെയാ? സഹിക്കാൻ വയ്യാത്ത ചൂടാ, ഭയങ്കര. ജോലി പോലും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ, അത്രയ്ക്ക് ചൂടാ. വെള്ളം ധാരാളം കുടിക്കുന്നുണ്ട്. ശരി സൂര്യഗായത്രി, അങ്ങനെ പാലക്കാട്ടും കൊല്ലത്ത് നിന്നുമുള്ള വിവരങ്ങളാണ് നമ്മൾ കണ്ടത്. കനത്ത ചൂടാണ് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും ചൂട് കനക്കാനാണ് സാധ്യത. പാലക്കാട്ടും കൊല്ലത്തുമൊക്കെ 40 ഡിഗ്രി വരെ ചൂടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.